അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? അതിന് 1 കിലോ ചിക്കൻ കേട്ടോ, ചെറുത് വലുതാക്കിയാണ് മുറിക്കണത്, ചെറുതാക്കിയാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് ഇഞ്ചി 1 കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, 1 ക്യാപ്സിക്കം കേട്ടോ. ഇത് ചെറുള്ളിയും ഇഞ്ചിയും ചതച്ച് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്തിക്കണേ, അതിക്ക് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം കേട്ടോ. ഇത് രണ്ടും കൂടി പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുരുമുളകും ചെറിയ ജീരകം പൊടിച്ചിട്ട് പറ്റ പൊടിഞ്ഞിട്ടില്ല, ചതച്ചെടുത്തിട്ട് അപ്പോൾ തീക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തീക്ക് 1 ടീസ്പൂൺ ഇവിടെ നല്ല ജീരകം ചേർക്കണം കേട്ടോ. ചതച്ചത് കൂട്ടാതെ ചതക്കാത്തത് ടീസ്പൂൺ ചേർക്കുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചേക്കണം, അതും ചേർക്കണം. അതേപോലെ ചെറുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കണം കേട്ടോ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്തിട്ടോ. ഇതിലേക്ക് മുളകും പൊടിയും കുറച്ച് ഫുഡ് കളർ കേട്ടോ. അപ്പോൾ ചെറിയ ടീസ്പൂണിൽ കുറച്ച് മുളകും പൊടി ഇട്ട്, കുറച്ച് മതി കേട്ടോ. കുരുമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും, അത് ചേർത്തിക്കണേ. പിന്നെ കുറച്ച് കളറ് കുറച്ച് മതി കേട്ടോ, കളറ്. ഞൊക്കെപ്പാട് നല്ല മസാല തിരുമ്പി വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട 2 മാഗി ക്യൂബ് കേട്ടോ. അത് ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതിട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാവുകയും. അപ്പം നമുക്കിത് ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് ഒടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കുള്ള ആവശ്യമുള്ള സാധനം എന്താ, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, കുറച്ച് 5-6 മണി കുരുമുളക് കേട്ടോ, കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ഓയിലും ചേർക്കണേ. കുറച്ച് ഓയിൽ ചേർത്തെടുക്കുക. 1/2 കപ്പ് കേട്ടോ, കണക്കിനൊക്കെ കപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ബോട്ടിൽ കൊണ്ട് ഒഴിക്കുന്നത്. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇതിലുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം 1 ടീസ്പൂണ്, ഗ്രാമ്പു, പട്ട, ഏലക്കായ കേട്ടോ, അതേപോലെ മല്ലി ഇട്ടുകൾ, കുറച്ച് കുരുമുളകും. ഈ ചെറിയ ജീരകം കുറച്ച് ചേർക്കണം കേട്ടോ, നമ്മൾ ചോറ് വേവിക്കണേക്ക് നല്ല മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ക്യാപ്സിക്കും ചേർക്കണം കേട്ടോ. അപ്പോൾ വെള്ളം തിളക്കാനിരിക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം കേട്ടോ, അരി ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെള്ളം തിളച്ചിക്കണേ, അപ്പോൾ ഇനി അരി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ആവാനായിട്ടുണ്ട്. ചിക്കൻ വന്നിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എണ്ണ കുറച്ച് എടുത്തേക്കുണ്ട് നമുക്ക് ചോറിൽ ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഊറ്റിക്കാണ്ട് ചോറിൻ്റെ മുകളിലിടാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക കേട്ടോ, കുറച്ച്. അപ്പോൾ ചോറ് ഫുള്ള് ഊറ്റി കഴിഞ്ഞു, ദമ്മിട്ട് കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് റെഡ് കളർ ഒഴിക്കുക കേട്ടോ. മേലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് മൂടി കൊടുക്കണേ. അങ്ങനെ നമ്മൾ ചോറ് ദമ്മിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം.